ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഫാമിലി എല്ലാം കൂടെ ഊട്ടിക്ക് പോകാൻ വിചാരിച്ചു. ജസ്റ്റ് ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തു കേട്ടോ. എല്ലാവർക്കും ലീവുള്ള ദിവസം നോക്കി നമ്മൾ ഊട്ടിക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്താ പറയുക, അതിന് മുമ്പ് ഒരു 5-6 വർഷം മുമ്പ് ഞങ്ങൾ ഊട്ടി ഫാമിലി ട്രിപ്പൊക്കെ പോയിട്ടുള്ളതാണ്. പിന്നെ അത്രയും കാലത്തിന് ശേഷം ഇപ്പോഴാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് മൂന്നാറിലൊക്കെ നമ്മൾ ഫാമിലി ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും എല്ലാവരും കാറിലൊക്കെ ബസ്സിലൊക്കെ ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു, സെറ്റായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോഴാണെങ്കിൽ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് വെച്ചാൽ മോർണിംഗത്തും അതുപോലെ തന്നെ ഉച്ചക്കത്തെ ഫുഡും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നത്. നൈറ്റിലത്തെ ഫുഡ് മാത്രം പുറത്തുനിന്ന് കഴിക്കാമെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. രാവിലെ നല്ലൊരു പ്ലേസൊക്കെ നോക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് ഫുഡ് കഴിക്കാനാണ് നിന്നത്. അപ്പോൾ ഉപ്പുമാവും ബ്രെഡും അതുപോലെ ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് നല്ലൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ അവിടെ. എനിക്കൊക്കെ ഒരു പ്രത്യേക അടുത്ത് വീടും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക രസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പൈൻ ഫോറസ്റ്റിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സൂയിസൈഡ് പോയിൻറ്റിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒന്നും നമ്മൾ അധികം സ്പെൻഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കണ്ട് പിന്നെ കാറിൽ കയറി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് ചില്ല് ചെയ്ത് പോയപ്പോഴേക്കും നമ്മൾ പിന്നെ ലേക്കിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ അവിടെ ഇതുപോലെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കുറേ സ്ട്രോബെറി അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ക്യാഷൊക്കെ ചോദിച്ചപ്പോൾ നല്ല ക്യാഷായിരുന്നു കേട്ടോ. അവിടുത്തെ എല്ലാത്തിനും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ വാങ്ങിക്കുന്നത് വിചാരിച്ച് പിന്നെ നമുക്ക് വാങ്ങിക്കാൻ തോന്നിയില്ല, നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലേക്കിൽ പോയപ്പോൾ നമ്മൾ ഇതുപോലെ ബോട്ടിൽ കയറണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, അവിടെ ഭയങ്കര വെയിലാണ്, പിന്നെ എന്തോ എടുക്കാൻ ടൈം ആവും എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ കയറിയില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ജസ്റ്റ് അതിൻ്റെ ഇടയിൽ കൂടെ വേഫർ കഴിക്കാൻ വേണ്ടി പോയി. അവിടെ ഈ മോമോസും അങ്ങനത്തെ ഫുഡൊക്കെ കിട്ടുന്ന പ്ലേസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഫർ കഴിക്കാനാണ് പോയത്. നമ്മൾ ഇതുവരെ വേഫർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളത് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. സംഭവം സെറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫ്ലോപ്പ് ആവുമോ എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാണ് പോയത്, പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലഞ്ച് കഴിച്ചു അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ടീ ഫാക്ടറിക്കാണ് പോയത്. അപ്പോൾ ആക്ച്വലി നമ്മൾ കുറേ മുമ്പ് നമ്മൾ ഊട്ടി പോയപ്പോൾ എല്ലാ പ്ലേസും നമ്മൾ നല്ലോണം കവർ ചെയ്താന്നൊക്കെ കണ്ടതാണ്. പക്ഷേ ഈ ടീ ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയും അന്ന് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അന്ന് എന്തോ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു, എന്തോ സമയത്തിൻ്റെ ഇഷ്യൂ ഒക്കെ ആയിട്ട് നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വന്ന എന്തോ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് കാണുന്നതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു. കാരണം നമ്മൾ കുറേ കേൾക്കുന്നതാണല്ലോ ഊട്ടിയിൽ ഇങ്ങോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടുന്ന് ചായയൊക്കെ അവർ സാമ്പിളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ അടിപൊളി ചായ ആയിരുന്നു, പക്ഷെ ഒരൊട്ടേ കഴിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ചോക്ലേറ്റ്സ് ഇതേപോലെ സാമ്പിൾ തന്നിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ കഴിച്ചു. പിന്നെ വാങ്ങിക്കാൻ നോക്കിയപ്പോഴാണെങ്കിൽ നല്ല പൈസ കാരണം നമ്മളത് വാങ്ങിച്ചില്ല. പിന്നെ നമ്മൾ വീണ്ടും വണ്ടി കയറിയിട്ട് നേരെ മെയിൻ ഊട്ടിക്ക് പോയി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഇതേപോലെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടുന്ന് കടല അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ കഴിഞ്ഞ വട്ടം വന്നപ്പം ഫ്ലവർ ഷോയുടെ അന്നാണ് നമ്മൾ പോയത്. അപ്പോൾ ഫ്ലവർ ഷോ എന്ന് പറഞ്ഞാൽ അത്രയും സെറ്റാണല്ലോ. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോൾ അത് വെച്ച് ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊന്നും അത്ര വലിയ രസമായിട്ട് തോന്നിയില്ല കേട്ടോ. കാരണം അവിടെ വെച്ചാൽ ജസ്റ്റ് കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളും പിന്നെ ആ ഒരു പ്ലേസ് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ കുറച്ച് പ്ലേസും കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയുള്ളൂ. പക്ഷെ അന്ന് നമ്മൾ വന്നപ്പം അവിടെ പ്രത്യേകം സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, പിന്നെ ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ ചായ കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ചായ കുടിച്ച് പിന്നെ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടോ. അപ്പോഴേക്കും ഹെഡേക്ക് വന്നിട്ട് പിന്നെ ഞാൻ ആകെ ഛർദ്ദിച്ച് ആകെ ഒരു പ്രോബ്ലമൊക്കെ ആയി. പിന്നെ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ നേരെ ഡിന്നർ കഴിക്കാൻ പോയി. അപ്പോഴും ഡിന്നറൊന്നും എനിക്ക് മര്യാദയ്ക്ക് കഴിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ നേരെ വീട്ടിൽ പോയി.